ഇപ്പോൾ റിജിൽ മാക്കുറ്റി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. റിജിൽ, ഈ മാസപ്പടി കേസിൽ തുടരന്വേഷണമാവാമെന്ന് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞതേയുള്ളൂ. അനുമതി കിട്ടിയതിന് പിന്നാലെ ED പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 12 ഇടങ്ങളിൽ, പിണറായിയുടെ വീട്ടിലടക്കം 12 ഇടങ്ങളിൽ അന്വേഷണം നടക്കുന്നുവെന്നാണ്. റിജിൽ, തീർച്ചയായും ഇപ്പോഴാണ് വാർത്ത കാണുന്നത്, കേൾക്കുന്നത്. പിന്നെ ഞങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങളൊക്കെ പറഞ്ഞ പല കാര്യങ്ങളും ആ ഘട്ടത്തിലെല്ലാം കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയും പിൻബലത്തിലും ആയിരുന്നു പിണറായി വിജയന് ഇമ്മ്യൂണിറ്റി കിട്ടിയത്. തീർച്ചയായിട്ടും വളരെ കൃത്യമായ തെളിവുണ്ടായിട്ട് പോലും മറ്റ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ വൈദ്യം തീർക്കാൻ മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന EDയും അതോടൊപ്പം തന്നെയുള്ള അന്വേഷണ സംവിധാനവും പിണറായി വിജയനോട് പ്രത്യേക കരുതൽ കാണിച്ചു എന്നുള്ളത് വസ്തുതയാണ്. നമുക്ക് മാസപ്പടിയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ രൂപത്തിലുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടും അത് വാങ്ങിയത് കൊടുത്തതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ പുറത്തു വന്നിട്ടും ആ ഘട്ടത്തിലൊന്നും ഈ അന്വേഷിക്കാൻ ED തയ്യാറായിട്ടില്ല. തീർച്ചയായിട്ടും അത് വലിയ ഡീലിന്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. CJP മുന്നണി കേരളത്തിൽ ശക്തമായിരുന്നു. തീർച്ചയായും തെരഞ്ഞെടുപ്പിനകത്ത് വിചാരിച്ച റിസൾട്ട് ഉണ്ടാക്കാൻ CPMന്റെ ഭാഗത്ത് ഉണ്ടാകാത്തത് കൊണ്ടാണോ ഇപ്പോൾ ഈ റെയ്ഡുമായി ഇറങ്ങിയെന്ന് ഞങ്ങൾക്കറിയില്ല. സത്യസന്ധമായ കാര്യമാണ്. ഈ ഇത്തരത്തിൽ അധികാര ദുർവിനിയോഗം നടത്തി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടി ഈ കർത്ത കമ്പനിയിൽ നിന്ന് പണം പറ്റി എന്നുള്ളത് വളരെ കൃത്യമായി തെളിവോടുകൂടി പുറത്തു വന്ന കാര്യമാണ്. അപ്പൊ ആ കാര്യങ്ങൾ ഇതുവരെ അന്വേഷിക്കാതെ ഇപ്പൊ അന്വേഷിക്കുമ്പോൾ അതിനകത്ത് യാഥാർത്ഥ്യം കണ്ടെത്തി പിടിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. റിജിൽ ഇപ്പോൾ കണ്ണൂരിലുണ്ടല്ലോ അല്ലേ? തീർച്ചയായും ഉണ്ട്. പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിൽ രാവിലെ മുതലല്ലേ ആരംഭിച്ചത് റെയ്ഡ്? അതെ, രാവിലെ മുതൽ ആരംഭിച്ചു എന്നാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാ സ്ഥലങ്ങളിലും റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് അവിടെയുള്ള പിണറായി വിജയന്റെ പാർട്ടി അണികളുടെ ഒരു പ്രതികരണം? അത് എങ്ങനെയാണ് വരുന്നത് റിജിൽ ഈ ഒരു ഘട്ടത്തിൽ? ഇതിനെ ന്യായീകരിച്ചിരുന്നവരാണല്ലോ. തീർച്ചയായിട്ടും പാർട്ടി കഴിഞ്ഞ 5 വർഷക്കാലവും ഇത്തരം കേസ് വന്നപ്പോൾ എല്ലാ തരത്തിലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തൊട്ട് എല്ലാവരും പാർട്ടിക്ക് കവചം തീർത്തുകൊണ്ട് പിണറായി വിജയനെയും മകളെ രക്ഷിച്ചതാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ മിനീഷ് കോടിയേരി ഇത്തരം മറ്റു കേസിൽപ്പെട്ടപ്പോൾ ആ ഘട്ടത്തിൽ മകൻ വേറെ അച്ഛൻ വേറെ എന്ന് പറഞ്ഞ് തള്ളിപ്പറയുകയും അതിനകത്ത് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാതെയും ചെയ്ത പാർട്ടിയാണ്. ഈ പറയുന്ന വളരെ കൃത്യമായ തെളിവുണ്ടായിട്ട് പോലും പിണറായി വിജയന്റെ മകളായതുകൊണ്ട് പാർട്ടി സെക്രട്ടറി പോലും ന്യായീകരിക്കത്തക്ക രൂപത്തിലേക്കുള്ള എല്ലാ തരത്തിലുള്ള കവചങ്ങൾ തീർത്തുകൊണ്ട് മുമ്പോട്ട് പോയത് കേരളം കണ്ടതാണ്. തീർച്ചയായും ആ പാർട്ടി പിണറായി വിജയനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഉണ്ടായിട്ട് പോലും അണികളിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ട് പോലും പ്രതിപക്ഷ നേതാവായി അദ്ദേഹത്തെ തന്നെ വീണ്ടും പാർട്ടി തീരുമാനിച്ച് മുമ്പോട്ട് പോയപ്പോൾ ഈ വിഷയത്തിലും പാർട്ടി സംരക്ഷിക്കുക തന്നെ ചെയ്യും. കാരണം പിണറായി വിജയനെ തള്ളിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ഗോവിന്ദ മാഷക്കും ഇവിടുത്തെ പാർട്ടിക്ക് സാധിക്കില്ല എന്നുള്ള ബോധ്യമുണ്ട്. പക്ഷെ യാഥാർത്ഥ്യം ഇത്രയും കഴിഞ്ഞ് തെളിവ് നടന്ന് ഈ അധികാര ദുർവിനിയോഗം നടത്തി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് കേരളത്തിനകത്ത് മുഖ്യമന്ത്രി BMSന്റെയും അതോടൊപ്പം തന്നെ നായനാരുടെയൊക്കെ പാരമ്പര്യം പറഞ്ഞ അച്യുതാനന്ദന്റെ പാരമ്പര്യം പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ് തന്റെ മകൾക്കും കുടുംബത്തിനും വേണ്ടി ഈ രൂപത്തിലെ വഴിവിട്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ്, സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ അതിനുശേഷം നടന്ന ഇത്തരം സംഭവങ്ങൾ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നടന്ന ഈ ഒരു വിഷയം ഉൾപ്പെടെ ആ കമ്പനിക്ക് വേണ്ടി പണം വാങ്ങിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ നാട്ടിനകത്ത് പുറത്തു വരുന്നു. എക്സാലോജിക് കമ്പനി ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. ആ കമ്പനിക്കാണ് ഏകദേശം 1,72,00,000 രൂപ കിത്ത കൊടുത്തത് എന്ന് പറയുമ്പോൾ അതൊക്കെ അധികാര ദുർവിനിയോഗമാണ്. മുഖ്യമന്ത്രി വഹിച്ച വകുപ്പ് പരിസ്ഥിതി വകുപ്പാണ്. പരിസ്ഥിതി വകുപ്പിന്റെ അനുമതിയാണ് തീർച്ചയായിട്ടും ഈ കരിമണൽ കമ്പനിക്ക് ആവശ്യം. അങ്ങനെ മുഖ്യമന്ത്രി വഴിവിട്ട് സഹായിക്കുന്നതിന് വേണ്ടി മകൾക്ക് കൈക്കൂലി കൊടുത്തതാണ് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. പക്ഷേ അത് കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെടാത്തത് ഇവർ തമ്മിലുള്ള ഡീലിന്റെ ഭാഗമാണ്. ഇപ്പോൾ ബോധോദയം വന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. റിജിൽ, മറ്റൊരു കാര്യം, ഈ വിഷയത്തിൽ ഈ എക്സാലോജിക് സൊല്യൂഷൻസിലെ ഈ കേസ് ഇത് വീണയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അന്ന് നമ്മളൊക്കെ കണ്ടതാണ്, ഒരു PV എന്ന പേര് അതിൽ കണ്ടതാണ്. അതുകൊണ്ട് പിണറായി വിജയനും ഇതിൽ ഒരുപോലെ തന്നെ പങ്കാളിത്തമുണ്ട്. തീർച്ചയായും മകള് വാങ്ങണമെങ്കിൽ അച്ഛനറിയാതെ വാങ്ങില്ലല്ലോ. അപ്പൊ പിണറായി വിജയൻ ഇതിനകത്തൊക്കെ പങ്കുണ്ട്. പിണറായി വിജയൻ തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുതയും തെളിവും ഉണ്ടായിട്ട് പോലും അത് പിണറായി വിജയന് പങ്കില്ലാതിരിക്കുമോ? മകള് വാങ്ങുമ്പോൾ അച്ഛനറിയാതെ വാങ്ങുമോ? അച്ഛന്റെ അറിവോട് കൂടിയാണ് മകള് വാങ്ങിയത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഒരു കുടുംബം മുഴുവൻ ഈ കൊള്ള നടത്തി എന്നുള്ളത് തെളിവല്ല. എന്തെല്ലാം ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഈ ക്യാമറയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിഷയം നമ്മുടെ മുമ്പിൽ. പക്ഷെ അതൊന്നും അന്വേഷിക്കത്തക്ക രൂപത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ അന്വേഷണം വരുമ്പോൾ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡീല് നടക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. തീർച്ചയായിട്ടും EDക്ക് ഇപ്പോഴാണ് ബോധം വന്നത് എന്നുള്ളതാണ്.
ബോധ്യം വന്നു എന്നുള്ളതാണ്. ഇത് മുമ്പേ അന്വേഷിച്ചെങ്കിൽ മുമ്പേ പിണറായി വിജയനും അതോടൊപ്പം തന്നെ വീണ വിജയനും കുടുംബടക്കം കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോയി ഗോതമ്പ് തിന്നേണ്ട കേസാണ്. പക്ഷേ പലതരത്തിലുള്ള സമ്മർദ്ദവും സ്വാധീനവും കൊണ്ടാണ് ഈ കേസ് അന്വേഷിക്കാതെ പോയത് എന്നതാണ് മനസ്സിലാക്കുന്നത്. വളരെ നന്ദി റിജിൽ മാക്കുറ്റി ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.